വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സാമൂഹ്യശാസ്ത്രം സെക്കൻഡിലെ 5ാമത്തെ ചാപ്റ്ററായ പണവും സമ്പദ് വ്യവസ്ഥയും അതിനെക്കുറിച്ചായിരുന്നു. എൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്, ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് RBI ആയിരുന്നു. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ നോക്കി. കറൻസി അച്ചടിക്കുന്നതും ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നതും പണത്തിൻ്റെ അളവും വിലയും നിയന്ത്രണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നോക്കാനുള്ളത് 3 ഗവൺമെൻറ്റിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു, വിദേശ നാണ്യ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പ്, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഇങ്ങനെ 3 അതിൽ 4ാമത്തെ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഗവൺമെൻറ്റിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിനും ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനും ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ നികുതി ചുമത്തൽ, ഗവൺമെൻറ് ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് ധനനയം എന്ന് പറയുന്നത്. ധനനയം എന്ന് വെച്ചാൽ നികുതി ചുമത്തൽ, ഗവൺമെൻറ് ചെലവ് എന്നിവയെ സംബന്ധിക്കുന്ന നയമാണ്. പണനയം അഥവാ മോണിറ്ററി പോളിസി പണത്തിൻ്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണ്. പണത്തിൻ്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണ്. ഗവൺമെൻറ്റിൻ്റെ പണനയം, ധനനയം തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെൻറ്റിൻ്റെ പണനയം, ധനനയം തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്താണ് വിദേശ നാണ്യ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. വിദേശ നാണ്യ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണ്യ ശേഖരണം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ കാവൽക്കാരനാണ് RBI. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണ്യ ശേഖരം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ കാവൽക്കാരനാണ് RBI. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ കാവൽക്കാരനാണ് RBI. അടുത്തതാണ് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്. RBI പ്രസിദ്ധീകരിക്കുന്ന ചില പ്രധാന റിപ്പോർട്ടുകളാണ് ഇന്ത്യയിലെ ബാങ്കിംഗ് പ്രവണത, പണനയ റിപ്പോർട്ടുകൾ, ഉപഭോക്തൃ സർവേകൾ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിക്കൽ സപ്ലിമെൻറ്റുകൾ. RBI പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇന്ത്യയുടെ ബാങ്കിംഗ് പ്രവണത, പണനയ റിപ്പോർട്ടുകൾ, ഉപഭോക്തൃ സർവേകൾ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റുകൾ എന്നിവ. ഇതെല്ലാം RBI വിവിധ കാലയളവുകളിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഇത്രയാണ് RBIയുടെ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ ഇത്രയാണ്. അടുത്തത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ വിശകലനം ചെയ്ത് അത് ഇന്ത്യയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക. ഇനി അടുത്തതാണ് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട് സേവനങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ.
സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകളെ പൊതുവായിട്ട് നമ്മൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് വാണിജ്യ ബാങ്കുകളും രണ്ട് സഹകരണ ബാങ്കുകളും. രണ്ട് സഹകരണ ബാങ്കുകളും. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളായിരിക്കും. സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളിലുമായിരിക്കും. സഹകരണ ബാങ്കുകളിലെ ഉടമസ്ഥാവകാശം സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളിലുമായിരിക്കും. കേരള ബാങ്ക് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ്. സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് ബാങ്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകളെ പൊതുവായി രണ്ടായി തിരിക്കുന്നു: വാണിജ്യ ബാങ്കും സഹകരണ ബാങ്കും. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളും സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളിലുമായിരിക്കും. അടുത്തതാണ് വാണിജ്യ ബാങ്ക്. വാണിജ്യ ബാങ്കുകളെ കുറിച്ച് നോക്കാം. ബാങ്കിംഗ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതിയുള്ളതും 1934 RBI ആക്ട് 2ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവയുമാണ് വാണിജ്യ ബാങ്കുകൾ. ബാങ്കിംഗ് സേവനം നൽകാൻ RBIയുടെ അനുമതിയും 1934 RBI 2ാം ആക്ട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമാണ് വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, വിദേശ ബാങ്ക് എന്നിവ. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, വിദേശ ബാങ്ക് എന്നിവ. ഇതിൽ ന്യൂ ജനറേഷൻ ബാങ്കുകൾ 1990കളിലെ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തന അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകളാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ. 1990കളിലെ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തന അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകളാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ. ഉദാഹരണം: ആക്സിസ് ബാങ്ക്, മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക് എന്നിവ. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ: പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ. സമ്പാദ്യങ്ങളുടെ സുരക്ഷിത ഇടമായി ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകളാക്കി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിയുന്നു. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകളായി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിയുന്നു. നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ. അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക. അടുത്തത് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്കായി നൽകുന്ന വിവിധ തരം നിക്ഷേപ അക്കൗണ്ടുകൾ നമുക്ക് പരിചയപ്പെടാം. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്കായി നിന്ന് വിവിധ തരം നിക്ഷേപ അക്കൗണ്ടുകളാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ എന്ന് പറയുന്നത്. ആദ്യത്തേതാണ് സമ്പാദ്യ നിക്ഷേപം.
വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം. വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്ന് പണം പിൻവലിക്കാം. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്ന് പണം പിൻവലിക്കാം. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കും? പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കുകളിലും വ്യത്യസ്തമായിരിക്കും. സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പലിശ ബാങ്കുകൾ നൽകാറുണ്ട്. വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം. നിയന്ത്രണ വിധേയമായി നിക്ഷേപകന് പണം പിൻവലിക്കാം. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കിനും വ്യത്യസ്തമാണ്. സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പലിശ ബാങ്കുകൾ നൽകും. 2. കറന്റ് ഡിപ്പോസിറ്റ്. കറന്റ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ കറന്റ് നിക്ഷേപം. ബിസിനസ് ഇടപാടുകളെ ലക്ഷ്യം വെച്ചുള്ള അക്കൗണ്ട്സ് ആണ് കറന്റ് നിക്ഷേപം. ബിസിനസ് അക്കൗണ്ടുകളെ ലക്ഷ്യം വെച്ചുള്ള അക്കൗണ്ട്സ് ആണ് കറന്റ് നിക്ഷേപം. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല. ഈ അക്കൗണ്ടിലുള്ള പണത്തിന് ബാങ്കുകൾ പലിശ നൽകാറില്ല. ഈ അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറന്റ് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റിന് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറന്റ് അക്കൗണ്ടിലേക്കുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനം. അടുത്തതാണ് ടേം ഡിപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപ അക്കൗണ്ട്. ടേം ഡിപ്പോസിറ്റ് അഥവാ സ്ഥിര ഡിപ്പോസിറ്റ്. പെട്ടെന്ന് തിരികെ എടുക്കാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണ് ടേം ഡിപ്പോസിറ്റ്. പെട്ടെന്ന് തിരികെ എടുക്കാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണ് ടേം ഡിപ്പോസിറ്റ്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ നൽകുന്നു. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാലയളവിന് മുൻപ് ഈ നിക്ഷേപങ്ങളിൽ നിന്ന് പണം പിൻവലിക്കുകയാണെങ്കിൽ നിക്ഷേപകന് ലഭിക്കുന്ന പലിശ നിരക്ക് കുറയും. നിക്ഷേപങ്ങളുടെ പലിശ മുതലിനൊപ്പമോ നിക്ഷേപകർ നിശ്ചയിക്കുന്ന വില കാലയളവിനോ പിൻവലിക്കാവുന്നതാണ്. അടുത്തതാണ് ആവർത്തിക നിക്ഷേപങ്ങൾ. ആവർത്തിക നിക്ഷേപങ്ങൾ ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിക നിക്ഷേപങ്ങൾ. ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതിനാണ് ആവർത്തിക നിക്ഷേപങ്ങൾ. സമ്പാദ്യ നിക്ഷേപങ്ങളെക്കാൾ കൂടിയ പലിശ നിരക്ക് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇത് സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നിരക്കിനേക്കാൾ കുറവായിരിക്കും. കാലാവധിയുള്ള അവസാനം സഞ്ചിത തുക പലിശയും ചേർത്ത് പിൻവലിക്കാവുന്നതാണ്. കാലാവധിയുടെ അവസാനം ആ തുക പലിശയും ചേർത്ത് നമുക്ക് പിൻവലിക്കാവുന്നതാണ്. അടുത്തതാണ് വായ്പ നൽകൽ. വായ്പ നൽകൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിവിധ വായ്പകൾ നൽകുന്നതാണ് വാണിജ്യ ബാങ്കുകൾ. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സ്ഥാപന പ്രവർത്തനങ്ങൾക്കായി വിവിധ വായ്പകൾ നൽകുന്നതാണ് വാണിജ്യ ബാങ്കുകൾ. സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരനായി വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരനായി വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ ഒരു ഭാഗം കരുതൽ ധനമായി സൂക്ഷിച്ചു വെച്ച് ബാക്കി സംരംഭകർക്ക് വായ്പയായി നൽകാറുണ്ട്. ബാങ്കുകൾക്ക് തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ ഒരു ഭാഗം
കരുതൽ ധനമായി സൂക്ഷിച്ചു വെച്ച് ബാക്കി സംരംഭകർക്ക് വായ്പയായി നൽകും. ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ വായ്പകൾക്ക് വാണിജ്യ ബാങ്കുകൾ പലിശ ഈടാക്കാറുണ്ട്. നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിലുള്ള പലിശയായിരിക്കും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്നത്. നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിലുള്ള പലിശയായിരിക്കും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്നത്. സ്പ്രെഡ് നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ വരുമാനം. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ വരുമാനം. ബാങ്കുകൾ വിവിധ ഇടപാടുകൾ സ്വീകരിച്ചാണ് വായ്പകൾ നൽകുന്നത്. സ്വർണം, സ്ഥലത്തിന്റെ രേഖകൾ, ഷെയർ സർട്ടിഫിക്കറ്റ് മുതലായവ ബാങ്കുകൾ ഈടായി സ്വീകരിക്കാറുണ്ട്. അടുത്തത് മറ്റ് ധർമ്മങ്ങൾ. വിവിധ സേവനങ്ങൾ പ്രദാനം ചെയ്യൽ. പൊതുജനങ്ങൾക്കായി വാണിജ്യ ബാങ്കുകൾ വിവിധ തരത്തിലുള്ള ബാങ്കിംഗ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നു. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM സർവീസുകൾ, ലോക്കൽ സൗകര്യം എന്നിവ ഇതിൽപ്പെടുന്നു. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM സർവീസുകൾ, ലോക്കൽ സൗകര്യം എന്നിവ ഇതിൽപ്പെടുന്നു. അടുത്തതാണ് ബാങ്കുകളും സാങ്കേതിക വിദ്യയും. ബാങ്ക്സ് ആൻഡ് ടെക്നോളജി. ഇത് പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന ഒരു പ്രവർത്തനമാണ്. നിങ്ങളുടെ പരിസരത്തുള്ള 3 ബാങ്കുകൾ സന്ദർശിച്ച് അവരുടെ വിവിധ വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്ക് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ഭവന വായ്പ, കാർഷിക വായ്പ, വ്യക്തിഗത വായ്പ. ബാങ്കുകൾ കുറഞ്ഞ പലിശ ഈടാക്കുന്ന ഏത് തരം വായ്പയാണ്? വിവിധ വായ്പകൾക്ക് സ്വീകരിക്കുന്ന ഈടുകൾ ലിസ്റ്റ് ചെയ്യുക. വാണിജ്യ ബാങ്കുകൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് എങ്ങനെ? മൊബൈൽ ബാങ്കിംഗ്. ബാങ്കുകളും സാങ്കേതിക വിദ്യ. ബാങ്ക്സ് ആൻഡ് ടെക്നോളജി. മൊബൈൽ ബാങ്കിംഗ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയിലൂടെ ലഭ്യമാകുന്നു. ബാങ്കുകളിൽ ഇന്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനമാണ് ഓൺലൈൻ ബാങ്കിംഗ്. ബാങ്ക് ഇടപാടുകൾ ഇന്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനമാണ് ഓൺലൈൻ ബാങ്കിംഗ്. നിശ്ചിത സമയത്തും ദിവസങ്ങളിലും മാത്രം ലഭ്യമായിരുന്ന ബാങ്കിംഗ് സേവനങ്ങൾ വർഷത്തിൽ 365 ദിവസവും ലോകത്തെവിടെയും ലഭ്യമായത് സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ കൊണ്ടാണ്. ഇടപാടുകളുടെ വേഗം വർദ്ധിപ്പിക്കാനും സാങ്കേതിക വിദ്യ സഹായകമാണ്. സാങ്കേതിക സൗകര്യങ്ങളുടെ ഫലമായി ബാങ്കിംഗ് മേഖലയിലുണ്ടായ ചില സംവിധാനങ്ങളാണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്, യൂണിവേഴ്സൽ പേയ്മെന്റ് ഇൻഫേഴ്സ്. ആദ്യത്തേത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, NEFT. എന്താന്ന് നോക്കാം. NEFT അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലാക്കാനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സംവിധാനമാണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം, NEFT എന്ന് പറയുന്നത്. അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലാക്കുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സംവിധാനം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് IFSC ഉപയോഗപ്പെടുത്തിയാണ് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്, RTGS. അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ RBI കൊണ്ടുവന്ന സംവിധാനമാണ് RTGS. അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ RBI കൊണ്ടുവന്ന സംവിധാനം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത.
വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനാകുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തതാണ് കോർ ബാങ്കിങ്. കോർ ബാങ്കിങ് ഒരു ബാങ്കിൻ്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാകുന്ന സംവിധാനമാണ് കോർ ബാങ്കിങ്. ഒരു ബാങ്കിൻ്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാകുന്ന സംവിധാനമാണ് കോർ ബാങ്കിങ്. ഇടപാടുകൾ നടത്തുന്നതിന് അക്കൗണ്ടുള്ള ബ്രാഞ്ചിൽ തന്നെ പോകണമെന്നില്ല. ഇത് ഇടപാടുകാർക്ക് ഏറെ സൗകര്യമാണ്. അടുത്തതാണ് യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻഫേഴ്സ്. യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻഫേഴ്സ് UPI. നാഷണൽ പേയ്മെൻറ്റ്, അതിപ്പം എല്ലാവർക്കും അറിയാം. ഗൂഗിൾ പേ, പേടിഎം, BHIM, UPI ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് UPI. NPCI വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് UPI. ഇതുവഴി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയം പണമിടപാടുകൾ സാധ്യമാകുന്നു. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കുവാനും അതുവഴി ലളിതമായും സുരക്ഷിതമായും ഇടപാടുകൾ നടത്തുവാനും കഴിയുന്നു. ഗൂഗിൾ പേ, പേടിഎം, ഫോൺപേ, ഭീം UPI, ആമസോൺ പേ എന്നിവ ചില UPI ആപ്ലിക്കേഷനുകളാണ്. ഗൂഗിൾ പേ, പേടിഎം, ഫോൺപേ, ഭീം UPI, ആമസോൺ പേ എന്നിവ ചില UPI ആപ്ലിക്കേഷനുകളാണ്. സൈബർ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യക്തിഗത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും ഏറെ സഹായിക്കുമെങ്കിലും സുരക്ഷയ്ക്ക് കാര്യമായി വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. സൈബർ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യക്തിഗത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും ഏറെ സഹായമായിരിക്കുമെങ്കിലും സുരക്ഷയ്ക്ക് ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്റർ, പണവും സമ്പദ് വ്യവസ്ഥയുടെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാർട്ട് 3 നമുക്കിതിൻ്റെ ബാക്കി നോക്കാം. അപ്പം ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത ഇതിൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനം, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.